വെൽക്കം ബാക്ക് ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ഫിഷ് മോളിയാണ്. വളരെ ഈസിയായി അത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഫിഷ് മോളി ഉണ്ടാക്കുവാനായി എടുത്തിരിക്കുന്നത് ആവോലിയാണ്. ആവോലി തന്നെ വേണമെന്നില്ല, കരിമീൻ ഉപയോഗിക്കാം, നെയ്മീൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഫിഷ് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായി ആദ്യം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കാം. നാരങ്ങ നീരല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ആയാലും ഉപയോഗിക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫിഷിലേക്ക് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് നന്നായി തേച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഷാലോ ഫ്രൈ ആട്ടോ ചെയ്യുന്നത്, അപ്പോൾ അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് പോലെ നന്നായിട്ട് വറുത്തെടുക്കുകയൊന്നും വേണ്ട. ഇത് നമുക്ക് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റാം. ഇപ്പോൾ ഞാൻ മറ്റൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് ഒരു ചെറിയ കഷ്ണം പട്ട, അത് ഞാൻ ചെറുതായിട്ട് 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്, 2 ഏലക്ക, 4 കരയാമ്പൂ, പിന്നെ ഒരു കഷ്ണം തക്കോല. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്. ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകാണ് ഇതിന് എരിവ് കൊടുക്കുന്നത്. നമ്മൾ ഈ ഫിഷ് മോളിയിൽ യൂസ് ചെയ്യുന്നത് പച്ചമുളകും പിന്നെ കുരുമുളക് പൊടിയുമാണ്. മുളക് പൊടി ഒന്നും യൂസ് ചെയ്യില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 6 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്, അല്പം കറിവേപ്പില. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള വേഗം ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ വേഗം നമുക്കിത് മൂത്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അധികം അങ്ങനെ ബ്രൗൺ കളറാവുകയോ അധികം ഫ്രൈ ആവുകയോ വേണ്ട. ഇതിപ്പോൾ കറക്റ്റാട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇടാം. നമ്മുടെ പച്ചമുളകിന് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഇത്രയും മതി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പച്ചമുളകും കുരുമുളകും മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് എല്ലാവരും ഇടാം. ഇപ്പോൾ മസാലയുടെ ആ പച്ചമണം എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തക്കാളി അരിഞ്ഞതാണ്. തക്കാളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ 1 മിനിറ്റ് നേരം നമ്മൾ തക്കാളി ഒന്ന് ഇതിലേക്ക് വേവിച്ചു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2ാം പാലാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ നാളികേരം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അല്പം വെള്ളം ചേർത്ത് 1ാം പാലെടുത്തു. ബാക്കിയുള്ള നാളികേരത്തിലേക്ക് പിഴിഞ്ഞെടുത്തതിലേക്ക് വീണ്ടും വെള്ളം ആഡ് ചെയ്ത് 2 കപ്പായിട്ട് 2ാം പാലും എടുത്തു കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് ശരിക്കും വേകാനുണ്ട് കേട്ടോ. നമ്മൾ ചെറുതായിട്ടേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി സിമ്മിലേക്ക് ആക്കാം. ഫ്ലെയിം സിമ്മിലേക്ക് ആക്കിയ ശേഷം മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കയ്യിലിട്ട് ഇളക്കരുത് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. തുറന്ന് നോക്കാം. നന്നായി തിളച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് 1 പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ സിമ്പിളാക്കി വെച്ചതിന് ശേഷമാണ് 1 പാൽ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഒരു മിനിറ്റും കൂടെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി ചൂടായിട്ടുണ്ട്. ചെറിയൊരു തിളയ്ക്കുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് അപ്പം, പുട്ട്, ചപ്പാത്തി, പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും തിക്കായിട്ട് വരും കേട്ടോ. ഒന്ന് തുറക്കാം. എന്നിട്ട് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നമുക്ക് അപ്പം, പുട്ട്, ചപ്പാത്തി, പത്തിരി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. നിങ്ങൾ ആദ്യമായാണ് ജുലീനാസ് കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.